പത്തനംതിട്ടൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ എങ്ങനെയെങ്കിലും മാളവികയായിട്ട് അടുക്കണമെന്നൊക്കെ തന്നെ വിചാരിച്ചിട്ടാണെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിട്ടൊക്കെ നമ്മൾ അഭിയാണെങ്കിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അഭി ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇപ്പം മാളവികയാണെങ്കിൽ ഈ ഒരു ഡീലിൽ തോറ്റത് കാരണം ഭയങ്കര വിഷമിച്ചൊക്കെ നിൽക്കുമല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് അവളെയും കൊണ്ടുവന്ന് പുറത്തൊക്കെ പോയി ഒരു ഹോട്ടലിലൊക്കെ പോയി ഫുഡൊക്കെ വാങ്ങിച്ച് കൊടുത്തിട്ട് എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അഭിയാണെങ്കിൽ മാളവികയുടെ അടുത്ത് പറയുന്നുണ്ട്, എന്തായാലും നമുക്കൊന്ന് പുറത്ത് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് വരാമെന്നൊക്കെ പറഞ്ഞ് റെസ്റ്റോറൻറ്റിൽ പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ മാളവികയും കൂട്ടിക്കൊണ്ട് അഭി പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവർ കാറിലിരുന്നിട്ടാണെങ്കിൽ അഭി ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് മാളവിക എടുത്ത സമയത്ത്. മാളവിക ചിന്തിക്കുന്നുണ്ട്, എന്തായാലും നിന്നെ അയച്ചവരും നിൻ്റെയൊക്കെ ചിന്ത എന്താണെന്നൊക്കെ എനിക്ക് നല്ലതുപോലെ മനസ്സിലായി. ഇനിയിപ്പോൾ നീ എന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു ടെൻഷനും കാര്യങ്ങളും മാത്രമാണ് മാളവിക ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അവർ ഒരു ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലൊക്കെ എത്തുന്നുണ്ട്. ആ സമയത്ത് അഭി പറയുന്നുണ്ട്, എനിക്കൊന്ന് ഫ്രഷ് ആവണം, അതിന് നമുക്കൊരു റൂം എടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാളവിക എടുത്ത് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ അഭിയാണെങ്കിൽ റൂമൊക്കെ എടുത്തിട്ട് അഭിയുടെ തനി സ്വഭാവം അവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ മാളവിക പറയുന്നുണ്ട്, നിങ്ങൾ എന്താ ഇങ്ങനെ കാണിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ അഭി പറയുന്നുണ്ട്, നിന്നെ ആണെങ്കിൽ ഓഫീസിലൊരു ക്യാബിനിൽ മാത്രം ഇരുന്നിട്ട് കുറച്ച് നേരം എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുള്ളൂ, പക്ഷേ എൻ്റെ മനസ്സിലാണെങ്കിൽ ഇത് എത്രമാത്രം സ്നേഹവും ഇഷ്ടമുണ്ടെന്ന് നിനക്ക് അറിയാവുമെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ നമ്മൾ അഭിയാണെങ്കിൽ മാളവികയുടെ തോളിലിങ്ങനെ കൈ പിടിക്കുന്നുണ്ട്. അപ്പം മാളവിക ആണെങ്കിൽ ആ കൈ ദേഷ്യത്തോടെയൊക്കെ തട്ടി മാറ്റിയിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, ഇതിന് നമുക്ക് എത്ര വേണമെങ്കിലും സാറിന് എൻ്റെ അടുത്ത് സംസാരിക്കുകയും വെക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ ഈ ഒരു കാര്യം മാത്രം ഞാൻ അനുവദിക്കത്തില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ മാളവിക പറയുന്നുണ്ട്, ഞാൻ ഓഫീസിൻ്റെ ആവശ്യമായിട്ട് പല മീറ്റിങ്ങിനും ഞാൻ റെസ്റ്റോറൻറ്റിൽ പോകും, പക്ഷേ പോയി ഫുഡും കഴിച്ചിട്ട് ഞാൻ തിരിച്ച് പോകും, അല്ലാതെ ഇങ്ങനെയൊന്നും ഞാൻ റൂമിലൊന്നും പോകത്തില്ല, ഇതൊന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാളവികയാണെങ്കിൽ അവിടെ നിന്ന് റൂമിൽ നിന്ന് പുറത്തിറങ്ങാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ അഭിയാണെങ്കിൽ നമ്മൾ മാളവികയെ ബലമായി കയറി പിടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ ആ മാളവിക അഭിയെ തള്ളിയിട്ടിട്ടൊക്കെ ആ റൂമിൽ നിന്നൊക്കെ ഇറങ്ങി ഓടിയിട്ടാണെങ്കിൽ നമ്മൾ മാളവികയാണെങ്കിൽ ഒരു ഓട്ടോയിൽ കയറുന്നുണ്ട് കേട്ടോ. കയറുന്ന സമയത്താണെങ്കിൽ കുറേ ഗുണ്ടകൾ വന്നിട്ടാണെങ്കിൽ മാളവികയെ ഓട്ടോയിൽ നിന്ന് ഇറങ്ങടി എന്നൊക്കെ പറഞ്ഞിട്ട് മാളവികയെ വലിച്ചതിൽ നിന്നൊക്കെ ഇറക്കിയിട്ട് ഒരു കാറിൽ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അവർ മാളവിക ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർ തിരിച്ച് മാളവിക അടുത്ത് സംസാരിക്കുന്നൊന്നുമില്ല. അതിപ്പോൾ നമ്മളെ ഡേവിഡും നാഗേന്ദ്രനും കൂടെ ഏർപ്പെടുത്തിയ ഗുണ്ടകളായിരുന്നു. അങ്ങനെ അവരാണെങ്കിൽ നമ്മൾ മാളവികയാണെങ്കിൽ ഒരു ഗോഡൗണിൽ കൊണ്ടുപോയിട്ടാണെങ്കിൽ അവിടെ കെട്ടിയിടുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ നമ്മൾ മാളവികയുടെ മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിട്ട് മാളവിക എടുത്ത് പറയുന്നുണ്ട്, നീ എന്തുവഴി ഞങ്ങളെ കൂടെ നിന്നിട്ട് ഞങ്ങളെ ചതിക്കാൻ വേണ്ടിയാണ് നോക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ടാണെങ്കിൽ പറയുന്നുണ്ട്, ഞാനാണെങ്കിൽ ശത്രുക്കളെ മുമ്പിൽ മാത്രമേ അവരെ മരണം ഉറപ്പിക്കുമ്പോൾ മാത്രമേ അവരുടെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെടത്തുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. നിൻ്റെ മുമ്പിൽ ഞാൻ പ്രത്യക്ഷപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിൻ്റെ മരണം ഇന്ന് ഉറപ്പിച്ചത് കൊണ്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ നമ്മൾ മാളവികയാണെങ്കിൽ പേടിച്ചിട്ട് പറയുന്നുണ്ട്, സാർ ഞാൻ എന്താ ചെയ്തത്, എന്നെ നിങ്ങൾ വെറുതെ വിടാൻ പറയുന്ന സമയത്താണെങ്കിൽ നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എന്താ ചെയ്തത് എന്നാലും ഞങ്ങളായിട്ട് നിൻ്റെ അടുത്ത് പറഞ്ഞു തരുന്നില്ല, അതെന്താണെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ, ശത്രുക്കൾക്ക് വേണ്ടിയാണോ നീ വന്ന് എം ജ്വല്ലറിയിൽ ജോലി ചെയ്തിട്ട് ഞങ്ങളെ നീ ഒറ്റ കൊടുക്കുകയല്ലേ ചെയ്തതെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നീ തന്നെ സ്വയം ചോദിച്ച് മേടിച്ചാണെന്നൊക്കെ പറയുന്നുണ്ട്, അതിനാണ് നീ എം ജ്വല്ലറിയിൽ വന്ന് ജോയിൻ ചെയ്തതെന്നൊക്കെ നമ്മൾ നാഗേന്ദ്രനാണെങ്കിൽ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്താണെങ്കിൽ ഡേവിഡും പറയുന്നുണ്ട്, നീ ആണെങ്കിൽ ഒരു ഡിസൈനോ കാര്യങ്ങളോ ഒന്നും നീ വരയ്ക്കത്തതില്ല, ഞങ്ങളതെല്ലാം നിന്നെ വാച്ച് ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നൊക്കെ നമ്മൾ ഡേവിഡും പറയുന്നുണ്ട്. അപ്പം നിൻ്റെ കല്യാണത്തിന് ശേഷം നീ ഒരു ഡിസൈനിൻ്റെ മേഖലയിൽ പോലും നീ വന്നിട്ടില്ല എന്നൊക്കെ നമ്മൾ ഡേവിഡും പറയുന്നുണ്ട്. നമ്മൾ ഡേവിഡ് പറയുന്നുണ്ട്, നീ ആണെങ്കിൽ നയന വരച്ചെന്ന ഡിസൈൻസ് വെച്ചിട്ടല്ലേ ഇത്രയും നാൾ ഞങ്ങളെ പറ്റിക്കുകയൊക്കെ ചെയ്തതെന്നൊക്കെ നമ്മൾ ഡേവിഡും ഒക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ അവരാണെങ്കിൽ നമ്മൾ ആദർശം മാളവികയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു ഫോട്ടോ നമ്മൾ നാഗേന്ദ്രൻ്റെ ഗുണ്ടകൾ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ആ ഫോട്ടോയൊക്കെ നമ്മൾ മാളവികയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാളവിക ആണെങ്കിൽ ആകെ ഷോക്കാവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം മാളവിക പറയുന്നുണ്ട്, ഇത് ആദർശ് സാർ എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ കണ്ടേന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി നീ എന്തൊക്കെ സത്യങ്ങൾ പറയാൻ നോക്കിയാലും ഇനി നീ രക്ഷപ്പെടത്തില്ല, കാര്യം വെച്ചാൽ എം ജ്വല്ലറിയുടെ ഓണർ ആരാണെന്നും ഒക്കെ നീ അറിഞ്ഞിട്ടുണ്ട്, അപ്പം ഇനി എന്തായാലും നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. കൊല്ലാൻ വേണ്ടിയൊക്കെ കഴുത്തിൽ കയറൊക്കെ അവർ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയത്ത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ആദർശാണെങ്കിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ മാളവികയ്ക്കാണെങ്കിൽ ആദർശം കാണുമ്പോൾ ഒരു സമാധാനമൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ അവിടെ വന്നതാരാന്നൊക്കെ തിരിഞ്ഞൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ഡേവിഡ് നോക്കുന്ന സമയത്ത് അത് നമ്മൾ ആദർശിനെ കാണുന്നത്. അങ്ങനെ നമ്മൾ നാഗേന്ദ്രൻ തിരിഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നാഗേന്ദ്രൻ ആദർശനെ കാണുന്ന സമയത്താണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് നമ്മൾ നാഗേന്ദ്രൻ. അങ്ങനെ പിന്നെ നമ്മൾ ആദർശാണെങ്കിൽ പിന്നെ അവിടെ ഗുണ്ടകളെല്ലാം ഇടിച്ചൊക്കെ ഇടുകയൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മൾ ഡേവിഡിനെ ആണെങ്കിൽ നല്ല രീതിയിൽ പൊട്ടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രീതിയിൽ മുഖത്തൊക്കെ നല്ല അടിയൊക്കെ കൊടുത്തിട്ട് തറയിലിട്ട് നല്ല ചവിട്ടിയൊക്കെ തേക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ ഡേവിഡിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീയാണെങ്കിൽ ഈ എം ജ്വല്ലറിയുടെ ബിനാമിയാണെന്ന് ഞാൻ മുമ്പേ അറിഞ്ഞതാ, എൻ്റെ ആൾക്കാരൊക്കെ നിൻ്റെ പിറക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അത് കണക്ക് തന്നെ എൻ്റെ ആൾക്കാർ മാളവികയുടെ പിന്നാലെ ഉണ്ടായിരുന്നെന്ന് പറയുന്നു, പക്ഷേ നീയൊക്കെ ഇത്രയും പെട്ടെന്ന് നീയൊക്കെ മാളവികയെ തട്ടിക്കൊണ്ട് പോകുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ആദർശാണെങ്കിൽ നല്ല മാസ് ഡയലോഗൊക്കെ പറഞ്ഞിട്ട് നമ്മൾ മാളവികയും കൊണ്ട് അവിടെ നിന്ന് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഇനി നമ്മൾ ആദർശ് നാഗേന്ദ്രൻ്റെ പിന്നാലെ തന്നെ ആയിരിക്കും കേട്ടോ. അപ്പം ഇതൊക്കെയാണ് വീഡിയോസായിട്ട് കാണിക്കുന്നത്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൊള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഒന്ന് ഹൈപ്പ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.